നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ ഗിരിധർ ആ, ആ, ഗിരിയേട്ടന്റെ കൂടെ സന്തത സഹചാരിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. കമ്പനി എന്ന് പറഞ്ഞാൽ ഗിരിയേട്ടന് ജീവനാണ്. കമ്പനി ചെയർമാനായ ഗിരിയേട്ടനെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് വെള്ളം കൊടുത്ത ചവച്ചരച്ചങ്ങ് കുടിക്കുന്ന കുട്ടി. ഓ, അപ്പൊ എന്നെ കളിയാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാനായിട്ട് അങ്ങോട്ട് എന്തിനെങ്കിലും വന്നോ? ഓരോ കോപ്രായം കാണിച്ച് എന്നെ നാണം കെടുത്തുന്നത് എന്തിനാ? എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ കൊള്ളാം. ഈ പുതിയ ഏർപ്പാടുണ്ടല്ലോ, ഈ ഗിരിയേട്ട ഗിരിയേട്ട എന്നുള്ള വിളി, അതിന്റെ കാര്യം തന്നെ ഞാനിപ്പോ പറഞ്ഞത്. അതായിരുന്നോ? അതെ. ഓ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, സന്തോഷം. ഏട്ടാന്നല്ലേ വിളിച്ചുള്ളൂ, അല്ല ചീത്തയൊന്നും വിളിച്ചില്ലല്ലോ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ട്. നീ എന്നെ ചീത്ത വിളിച്ചിരുന്നെങ്കിൽ പോലും ഞാൻ ചിലപ്പോ ക്ഷമിച്ചേനെ. പക്ഷേ ഇത് ശരിയാവില്ല സുമി. എന്നെ ചേട്ടാ കുട്ടാന്നൊന്നും വിളിക്കണ്ട, അത്ര തന്നെ. അത് പിന്നെ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് വിളിച്ചൊന്നുമല്ല, അച്ഛമ്മ പറഞ്ഞിട്ടോ. ഞാൻ ആര് പറഞ്ഞിട്ടായാലും കൊള്ളാം, നമ്മൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ ആരെ കാണിക്കാനാ ഈ അഭിനയം? ആദ്യം മുതലേ ഞാൻ ഗിരിയേട്ടാന്ന് വിളിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ അതൊരിക്കലും കളിയാക്കലായിട്ട് ഒരിക്കലും തോന്നില്ലായിരുന്നല്ലോ. അപ്പൊ വിളിയല്ല പ്രശ്നം, അത് കേട്ട് പഴകാത്തതിന്റെ. ആയിരിക്കാം, സമ്മതിച്ചു. കണ്ടും കേട്ടും പഴകിയ കാര്യങ്ങളൊന്നും മാറാതിരിക്കുന്നതല്ലേ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്താണോ ഇന്ന് വരെ വിളിച്ചിരുന്നത് അതങ്ങ് തുടർന്നാ മതി. എന്നെ ഇതിൽ കൂടുതൽ പരീക്ഷിക്കരുത് പ്ലീസ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ മോനെ കിരണേ? എടാ, അപ്പൊ പറഞ്ഞു വരുമ്പോ നീ സുമിതയുടെ നെറികേടുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നിന്നെ ജോലിക്കെടുക്കാൻ ഞങ്ങളെ കാണിച്ച അധ്വാനം വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോയല്ലോടാ. അയ്യോ, അതിനെ സാറേ അങ്ങനെ പറഞ്ഞേ? എടാ, എന്തൊക്കെ പറഞ്ഞാലും സുമിത ഇന്ന് ഗിരിധറുടെ ഭാര്യയാണ്. ഈ വൈരാഗ്യം വെച്ച് അവൾ എന്തെങ്കിലും ഗിരിയോട് പറഞ്ഞു കൊടുത്താൽ അതോടെ നിന്റെ പണി തീർന്നു. അവളങ്ങനെ ചെയ്യോ സാറേ? ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് നീ സുമതിയോട് ചെയ്തു പോയതിനൊക്കെ മാപ്പ് പറഞ്ഞേക്ക്. മാപ്പ് മാത്രമല്ല പറയേണ്ടത്, ഗിരിയോടൊന്നും പറയില്ല എന്ന് അവളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുകയും വേണം. നീ എന്നടാ ഈ ആലോചിക്കുന്നേ? സമയം കളയാതെ ഫോൺ എടുത്ത് വിളിക്കേ. അല്ല സാറേ, ഈ രാത്രി എടാ, നീ വിളിക്കാൻ വൈകും തോറും നിനക്കാണ് അപകടം. ഒരു പക്ഷെ ഇന്ന് രാത്രി ആയിരിക്കും അവള് നിനക്കെതിരെ പടയൊരുക്കം നടത്തുന്നത്. രാവിലെ നീ ചെല്ലുമ്പോ നിന്നെ കാത്തിരിക്കുന്നത് ടെർമിനേഷൻ ലെറ്റർ ആയിരിക്കും.
ഇത് എത്ര തലയാണീ വെച്ചിരിക്കുന്നത്? വെറുതെ അല്ല ഇങ്ങനെ വല്ലാതെ കൂർക്കം വലിക്കുന്നത്. സാധാരണ മനുഷ്യര് കിടക്കുന്ന പോലെ ഒന്ന് കിടന്നുകൂടെ ഇരിക്കെ? ഈ കൂർക്കം വലി ഇന്നിയാ നിർത്തിത്തരാം. എന്താ സുമി ഇത്? എന്താ എന്താ ഈ കാണിക്കുന്നേ? അയ്യോ, ഞാൻ ഈ തലേണ. നോ സുമിത പ്ലീസ്, നമുക്കിടയിലുള്ള ടേംസ് നമ്മൾ വ്യക്തമായിട്ട് സംസാരിച്ചു കഴിഞ്ഞല്ലേ? ഗിരി, ഞാൻ അതിനൊന്നും നോ സുമിത, ഐ എം സോറി. സുമിതയുടെ സ്പേസിലേക്ക് ഒരു കടന്നുകയറ്റവും നടത്താൻ ഞാൻ വരില്ല. തിരിച്ചു അങ്ങനെ തന്നെ ആയാൽ നല്ലത്. പക്ഷെ ഗിരി, ഞാനതിന് ഈ തലേണയൊന്നും ഇങ്ങനെ കൂർക്കം വലിക്കുന്നോണ്ടേ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമുക്കിടയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു അകലവും ബഹുമാനവും അത് പാലിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. പ്ലീസ്. പക്ഷെ അതിനിവിടെ ഗിരി കരുന്ന പോലൊന്നും വിശദീകരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഐ എം സോറി. ഒന്ന് മാറിയത്. ആരാ സുമി ഈ പാതിരാത്രിക്ക്? ഹലോ സുമി, ഇത് ഞാനാ. ഹലോ സുമി, എന്നെ മനസ്സിലായില്ലേ? നിന്റെ സ്വന്തം കിരൺ. മൂക്കറ്റം കുടിച്ചിട്ട് പാതിരാത്രി വിളിച്ച് അനാവശ്യം പറയരുത് കേട്ടോ. അയ്യോ, നോ നോ നോ, ചൂടാവല്ലേ സുമി, രണ്ടെണ്ണം അടിച്ചു, അത് ശരിയാ. പക്ഷെ ഞാൻ വേറെ ആരെയല്ലല്ലോ വിളിച്ചേ, നിന്നെയല്ലേ. സ്റ്റോപ്പ് ഇറ്റ്. മേലെ എന്നെ വിളിച്ചു പോയേക്കരുത്. അയ്യോ സുമി, സോറി ഒന്നും പറയരുത്. ഞാൻ വേറെ ഒന്നിനും അല്ല വിളിച്ചത്. എനിക്ക് സുമിയോടൊന്നും മാപ്പ് പറയാൻ. ഒന്നും പറയരുതെന്ന് പറയണം എന്ന് വെച്ചാലേ, ഈ പാതിരാത്രി നേരത്ത് അതും കുടിച്ച് ബോധമില്ലാതെ എന്നെ വിളിക്കാൻ കിരൺ എങ്ങനെ ധൈര്യം വന്നു? ആരാണെന്നോ എന്താണെന്നോ ഗിരി ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞേനെ എന്റെ ഈശ്വര. അവൾ എന്ത് പറഞ്ഞടാ? എന്നെ പറയാൻ സമ്മതിച്ചില്ല, ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. സാരമില്ല, നാളെ ഓഫീസിൽ വെച്ച് നേരിട്ട് കാണുമല്ലോ. അതെ, നേരിട്ട് തന്നെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. തീർന്നില്ലേ പ്രശ്നം? ഇതിനെന്താ, ഷോ വല്ലതും ഉണ്ടോ? ഷോ അല്ല ശ്രീ, ഷൂട്ട്. ഒരു ആഡ് ഫിലിമിന്റെ. അതിന് ഷൂട്ടിന്റെ കാര്യം നീ പറഞ്ഞില്ലല്ലോ.
സത്യത്തില് ഞാനതിന്റെ മോഡലാ. അത് കൊള്ളാലോ. നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നോ? നിന്റെ അഭിനയം കണ്ടിട്ടൊന്ന് ചിരിക്കാലോ. കളിയാക്കല്ലേ ശ്രീ. ഞാൻ എന്റെ കരിയർ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് ആലോചിക്കുക. നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൽ ഒട്ടും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഇൻഡസ്ട്രിയിൽ ഒരു ഹൈപ്പാണ് ആവശ്യം. അതാ ഞാൻ മോഡലിംഗ് പിടിക്കാന്ന് വെച്ചത്. അതാവുമ്പോ നമുക്കൊരു എക്സ്പോഷർ കിട്ടുമല്ലോ. നിന്റെ ഇഷ്ടങ്ങള് അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടക്കട്ടെ. നിനക്ക് എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. ആ, പോവാനുള്ള വണ്ടി വന്നെന്ന് തോന്നുന്നു. ഞാൻ നോക്കിട്ട് വരാം. ഹലോ. ആ നന്ദിത മാഡം, ഞാൻ താഴെയുണ്ട്. ചേട്ടാ, ഞാനൊന്ന് ഷൂട്ടിന് വരുന്നില്ല. വരുന്നില്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ഷൂട്ടിന് വരാൻ എന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ല. എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ള കാര്യം ചേട്ടൻ അവരെ വിളിച്ചൊന്ന് പറഞ്ഞിരുന്നാ മതി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ചേച്ചി എനിക്ക് ഈ ചാൻസ് കിട്ടിയത്. ചേച്ചിയായിട്ട് അത് ഇല്ലാതാക്കരുത് പ്ലീസ്. ഞാൻ വേണമെങ്കിൽ ചേച്ചിയുടെ കാല് പിടിക്കാം പ്ലീസ് ചേച്ചി. നിന്റെ കോർഡിനേറ്റർ ഷെറിനെ വിളിക്കുന്നെ. നീ ഷൂട്ടിന് പോവാത്തത് കാരണം എന്നോട് വരാൻ പറയാനായിരിക്കും ഈ വിളി. ഹലോ ഷെറിൻ, പറ. സനു, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഷൂട്ടിന് നീ തന്നെ വരണം. അതെന്താ ഇപ്പൊ തീരുമാനം മാറിയത്? എന്റെ സ്കിൻ ശരിയല്ലെന്നല്ലേ ഇന്നലെ വരെ പറഞ്ഞത്? അതെന്താ ഇന്നിപ്പോ ശരിയായോ? എടാ, നീ പറയുന്നതൊന്ന് കേക്ക്. ഇന്ന് രാവിലെ ഷൂട്ടിന് വരാന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഇപ്പൊ വരത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞു. പകരം മറ്റൊരു സംവിധാനം ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് ഇപ്പൊ പറ്റില്ല. അതുകൊണ്ട് നീ ഷൂട്ടിന് വന്നേ പറ്റൂ. ഞാൻ വരാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ. ഞാൻ പറഞ്ഞതിനേക്കാൾ 1 lakh rupees എനിക്ക് കൂടുതൽ വേണം. നീ എന്താ ബാർഗെയിൻ ചെയ്യാണോ? ഞാൻ ഈ ഷൂട്ടിന് വരണമെങ്കിൽ എനിക്ക് അത്രയും കാശ് കിട്ടിയേ പറ്റൂ. അതിലൊരു മാറ്റമില്ല ഷെറി. എടി, കാശിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നീ ആദ്യം ലൊക്കേഷനിലേക്ക് വരാൻ നോക്ക്. ബാക്കിയെല്ലാം പിന്നെ. ഇതെന്റെ ഉറപ്പാ. ശരി, ഞാൻ വരാം. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? ഇനി എനിക്ക് വരുന്ന ആഡ് ഫിലിംസിൽ നിനക്ക് എന്തെങ്കിലും ഒരു ചെറിയ റോള് വാങ്ങിത്തരാൻ ഞാൻ നോക്കാം. അതുകൊണ്ട് നീ തൃപ്തിപ്പെട്ടാ മതി. ഓ അയ്യോ, നേരം വൈകി. എനിക്കെന്നൊരു ഷൂട്ടുള്ളതാ. ബായ് നന്ദിത. മനസ്സിലായില്ലേ? നിന്റെ സ്വന്തം കിരൺ. കിരൺ വിളിച്ച കാര്യം ഗിരിയോട് പറയണം. പറയാതിരുന്ന എങ്ങനെ ശരിയാവും? പക്ഷെ എന്തു പറയും? ആ പഴയ കാര്യങ്ങളൊക്കെ എങ്ങനെ പറയാനാ? പറഞ്ഞില്ലെങ്കിൽ എന്താവും? എപ്പോഴെങ്കിലും എങ്ങനെങ്കിലും ഗിരി ഇത് അറിഞ്ഞാലോ? ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് ചോദിക്കില്ലേ? ഉറപ്പായും ചോദിക്കും. എന്നാ പിന്നെ പറയുന്നതല്ലേ നല്ലത്. പക്ഷെ ഗിരി അതൊക്കെ എങ്ങനെ എടുക്കൂന്ന് അറിയില്ല. ഒരുപക്ഷെ നന്നായിട്ട് എടുത്തില്ലെങ്കിലോ? ഒന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. ഏട്ടാന്നല്ലേ വിളിച്ചുള്ളൂ, അല്ല ചീത്തയൊന്നും വിളിച്ചില്ലല്ലോ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ട്. ഇവക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറില്ല. സുമിതയെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചേ പറ്റൂ.
എത്രയും പെട്ടെന്ന്. മോളെ സുമി. ആ അമ്മേ, അച്ഛൻ എവിടെയാ? കുളിക്കുകയാണോ? ഏയ്, മാർക്കറ്റിൽ പോയിരിക്ക. ഫോൺ എടുത്തിട്ടില്ല. ഈ അച്ഛൻ്റെ ഒരു കാര്യം. നിന്റെ അച്ഛന്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാ, നിനക്കറിയാലോ. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങള്? നീ എന്താ രാവിലെ തന്നെ വിളിച്ചത്? അതമ്മേ, എനിക്ക് അച്ഛൻ്റെ അടുത്ത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടി അച്ഛനോട് മാത്രം പറയാനൊരു കാര്യം? അമ്മേ, അത് അത്ര വലിയ കാര്യമൊന്നും അല്ല. അല്ലെങ്കിലും പണ്ടേ നിനക്ക് അച്ഛനോടാണല്ലോ സ്നേഹം. നിന്റെ കാര്യങ്ങളെല്ലാം ചന്ദ്രേട്ടൻ പറഞ്ഞു വേണം ഞാൻ അറിയാം. അമ്മേ, ഇത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഒരു കാര്യത്തില് അച്ഛന്റെ അഭിപ്രായം ഒന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു, അതാ വിളിച്ചത്. അതെന്താ? എന്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ലേ? നിനക്ക് എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? നീ കാര്യം പറ സുമി. ശരി, പക്ഷെ ഞാൻ പറയുന്ന കാര്യം അമ്മ ക്ഷമയോടൊന്ന് കേൾക്കണം. എടുത്തിയാടി പ്രതികരിക്കാനായിട്ട് നിൽക്കരുത്. നീ പറ. അവൻ വീണ്ടും നിന്റെ പിറകെ നടക്കുകയാണല്ലേ? അമ്മ, ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ എടുത്തിയാടി പൊട്ടിത്തെറിക്കാനായിട്ട് നിൽക്കരുതെന്ന്. കിരണിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇവിടെ അതൊന്നും അല്ല എന്റെ പ്രശ്നം. പഴയ കാര്യങ്ങള് ഞാൻ ഗിരിയുടെ അടുത്ത് പറയണോ വേണ്ടിയോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഞാനത് മറച്ചു വെച്ചാ ഞാനത് ഗിരിയുടെ അടുത്ത് കാണിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മര്യാദകേടാവില്ലേ? മണ്ടത്ര ആലോചിക്കാതെ സുമി. ഇനി ഇപ്പൊ എല്ലാം വിളമ്പാൻ നിന്നാ അതും വലിയൊരു അപകടം വരുത്തി വെക്കില്ലേ? പറയാതിരുന്നാലല്ലേ അമ്മ അപകടം. ഞാൻ പറയാതിരുന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഗിരി അതൊക്കെ അറിഞ്ഞാല് എന്താവെന്നൊന്നും ചിന്തിച്ചു നോക്കിയമ്മേ. ഒരു മണ്ണാങ്കട്ടെ ആവില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. അതൊക്കെ മാന്തി പുറത്തെടുത്ത് ചൊറിഞ്ഞു പുണ്ണാക്കാൻ പോവേണ്ട ഒരു കാര്യമില്ല. മോളെ, നീ ഒരു പെണ്ണാ. ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഇങ്ങനെ നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. അതൊക്കെ കല്യാണത്തിന് ശേഷം ഭർത്താവിനോട് പറയാന്ന് വെച്ചാ അത് ജീവിതത്തിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കുള്ളൂ. പക്ഷെ അമ്മ, ഗിരി അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല. ഗിരി എത്ര വലിയ മനസ്സിന്റെ ഉടമയാണെന്ന് പറഞ്ഞാലും ഒരാണല്ലേ മോളെ? ഇതൊക്കെ നീ പറഞ്ഞാലും അവന്റെ മനസ്സിൽ സംശയങ്ങളെ ഉണ്ടാവും. അതാ നിനക്ക് നല്ലത്. ശരിയമ്മേ. ഹലോ നിതീഷേട്ടാ. ഹലോ നന്ദു. നീ ഇന്നലെ രാത്രി വിളിച്ചപ്പോ ഞാനൊരു മീറ്റിംഗിലായിരുന്നു. അതാ കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റായിരുന്നു. സോറി. അതൊന്നും സാരമില്ല. ഇപ്പോഴെങ്കിലും തിരിച്ചു വിളിച്ചല്ലോ. എവിടെയാ? ലൊക്കേഷനിലാണോ? ഷൂട്ട് തുടങ്ങിയോ? എന്താ നന്ദു, എന്തിനാ കരയുന്ന? എന്ത് ഷൂട്ട്? ഞാനിപ്പോ വീട്ടിലാ നിതീഷേട്ടാ. വീട്ടിലോ? അതെന്താ ഷൂട്ട് ക്യാൻസൽ ആയോ?